السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് വ്രതമനുഷ്ഠിച്ചും പ്രത്യേകമായി സദക്കയും വിക്റുകളുമെല്ലാം വർദ്ധിപ്പിച്ചും ഇന്ന് നാം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അള്ളാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ട് എല്ലാ സ്ഥലവും മുഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെല്ലാം അശക്തരാണ്, അവർക്കൊന്നും കഴിവ് ഇല്ല. എല്ലാ കഴിവുകളും സർവശക്തനായ അള്ളാഹുവിനാണ് ഉള്ളത്. അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും ശക്തിയുള്ളവൻ. ഞങ്ങൾക്ക് യാതൊരു ശക്തിയും അവൻ നൽകുന്നതല്ലാതെ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ഈ ദിനം നാം സന്തോഷിക്കുന്നത് ഒരു മാസക്കാലം നോമ്പ് പിടിക്കാനും സദക്ക ചെയ്യാനും തറാവീഹ് നിസ്കാരം പോലുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്നു, അനുഗ്രഹം ചെയ്തു എന്നതിൽ സ്തുതി പാടിക്കൊണ്ട് നാം ഇന്നത്തെ ദിവസം സന്തോഷിക്കുകയാണ്. എല്ലാ കുട്ടികളും ചെറുപ്പക്കാരും അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക് പുറപ്പെടുകയും രാവിലെ തന്നെ നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു. എല്ലാ പാവപ്പെട്ട ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ ഫിത്ർ സക്കാത്ത് ഇസ്ലാം നിർബന്ധമാക്കുകയും അതിൻ്റെ അരികൾ നാം പാവപ്പെട്ടവരുടെ വീട്ടിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് നാം നിസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെടുന്നത്. അതുകൊണ്ട് ഈ മഹത്തായ ഈ ഒരു മാസം കൊണ്ട് നാം സമ്പാദിച്ച നന്മയും പരിശുദ്ധിയും ഒരിക്കലും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാഹോദര്യവും സൗഹൃദവും വളരെയധികം ആവശ്യമായ ഈ കാലഘട്ടത്തിൽ നാം അതിലൊന്ന് അകന്നു പോകരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഇന്ന് രാജ്യങ്ങൾ മുഴുവനും വലിയ അമ്പരപ്പിലാണ്. എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്ന ഒരു സന്ദർഭമായി മാറിയത് കൊണ്ട് ഭക്ഷണങ്ങളും വെള്ളവും മറ്റൊന്നും കിട്ടാതെ ജനങ്ങൾ വിഷമിക്കുന്ന ഒരവസ്ഥയിൽ ലോകമൊട്ടാകെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ എല്ലാവരും ഇന്നും നാളെയും എല്ലാ സമയത്തും അർഹമർ-റഹീമായ അള്ളാഹുവിനോട് ഈ യുദ്ധം നിർത്തിക്കിട്ടാനും ലോകത്ത് സമാധാനമുണ്ടാവാനും ദുആ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ രാജ്യത്തെയും എല്ലാ രാജ്യങ്ങളെയും ഹറമൈൻ ശരീഫിനെയും ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സയെയും പ്രത്യേകമായി കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ലോകത്തുള്ള എല്ലാ മസ്ജിദുകളെയും എല്ലാ ഇബാദത്തിൻ്റെ സ്ഥലങ്ങളെയും അല്ലാഹു തആല കാത്ത് നമുക്ക് സഹായിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാ വിഭാഗം ആളുകൾക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു.